ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച എന്ന ആപ്തവാക്യം സ്വന്തം ജീവിതം കൊണ്ട് അന്വർത്ഥമാക്കി കാണിച്ചു കൊടുത്ത അഹൈതുക കൃപാസിന്ധുവായ അഖണ്ഡ സച്ചിദാനന്ദ ശ്രീ വിജയാനന്ദ സദ്ഗുരുദേവ പാദാരവിന്ദങ്ങളിൽ ആത്മസമർപ്പണം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, 114ാമത് ഹിന്ദു മത പരിഷത്തിൻ്റെ ഈ സമാപന സഭയിൽ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ സന്യാസി ശ്രേഷ്ഠർക്കും വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് 8 ദിവസമായി നടന്നു വന്നിരുന്ന ഒരു യജ്ഞം ഇവിടെ ഏതാണ്ട് സമാപനത്തിലെത്തിയിരിക്കുകയാണ്, അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഒരു യജ്ഞം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ത്യാഗവും കഠിനാധ്വാനവും കൊണ്ടാണ് സംഭവിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് കേൾക്കുമ്പോൾ സപ്താഹ യജ്ഞം, ലളിതാ സഹസ്രനാമ യജ്ഞം, ഗീതാജ്ഞാന യജ്ഞം എന്നൊക്കെയാണ് കേൾക്കാറുള്ളത്. ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്നതും ഒരു മഹായജ്ഞമാണ്. നിഷ്കാമമായി ആത്മാർത്ഥമായി ത്യാഗപൂർണമായി ചെയ്യുന്ന ഏത് കർമ്മവും യജ്ഞമാണ്. ഈ യജ്ഞത്തിൻ്റെ ഫലം എല്ലാവർക്കുമാണ് കിട്ടുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന വാക്യം. പക്ഷേ നമ്മുടെ വിവരക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ അറിവ് കേടുകൊണ്ട് എല്ലാ സദസ്സുകളിലും ഉദ്ഘാടനം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സഭകളിലും നമ്മുടെ ഹിന്ദുക്കൾ വളരെ കുറവാണ്. ഈ വേദികളിൽ, സദസ്സുകളിൽ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നതിൻ്റെ 50 ഇരട്ടി ആളുകൾ നമ്മുടെ കടകളിലുണ്ട്. എനിക്ക് സംസാരിക്കേണ്ട എന്താണെന്ന് ഞാൻ ആലോചിച്ചില്ല. അതിനു മുൻപ് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഹിന്ദുമത പരിഷത്തിൻ്റെ പ്രസിഡന്റിനോട് പറയാൻ തോന്നിയത്, മാരാമൺ കൺവെൻഷൻ പോലെ നമ്മുടെ ഈ കടകളൊക്കെ നിർത്തുകയാണെങ്കിൽ കുറേ ആളുകൾ, ഇത് കേൾക്കാനുള്ളവർ മാത്രം വന്നാൽ മതിയെന്ന് നമുക്ക് ചിന്തിച്ചൂടെ? കുറേ ആളുകൾ ഇവിടെ വന്നിരിക്കുമെന്ന് തോന്നുന്നു. ഇത് ഒരു കച്ചവടത്തിന് വേണ്ടി മാത്രമാണ് വരുന്നത്. വരുന്നവർ തന്നെ വളരെ കുറച്ച് പേര് സദസ്സിൻ്റെ അങ്ങേ അറ്റത്തൊന്ന് വന്നിരിക്കും. ഞാൻ ഇതിന് പങ്കെടുത്തു എന്ന് പറയാൻ വേണ്ടി മാത്രം. കാരണം ഫ്രണ്ടിൽ വന്നിരുന്ന ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ ഈ കടകളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ മൂലധനം കിട്ടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ മൂലധനം സംഭരിക്കാൻ വേറൊരു മാർഗം നോക്കിയാൽ നമ്മുടെ ഈ കസേരകൾ ഇത്രയേറെ ഒഴിഞ്ഞു കിടക്കില്ല എന്ന് കുറച്ച് വർഷമായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്. നേരത്തെയൊക്കെ വളരെ ആളുകൾ വരുമായിരുന്നു. ശ്രീമദ് സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ പ്രഭാഷണമൊക്കെ കേൾക്കാൻ വരുമ്പോൾ ഇവിടെ കസേരകളൊന്നും തികയില്ലായിരുന്നു. അതുപോലെ ആളുകൾ വരുമായിരുന്നു. ഇപ്പോൾ ഇതിനോടൊക്കെ ഒരു വിമുഖതയാണ് ആളുകൾക്ക്. ഇതിന് സമയം കളയാനൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഈ മൊബൈലും ടി വിയും ഒക്കെയാണ് ഇതിന് ഇത്രയും കാരണമാക്കിയിരിക്കുന്നതെന്നാണ്. ഇതിനൊരു കാര്യം കൂടെ അടുത്തൊരു മീറ്റിങ്ങിൽ എല്ലാവരും കൂടെ ചിന്തിക്കുക. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇത് കേൾക്കാൻ മനസ്സുള്ളവർ മാത്രം വന്നാൽ മതി എന്ന് ചിന്തിക്കുക. കച്ചവടം വേറെ എവിടെ വേണമെങ്കിലും ഒക്കെ നടക്കാമല്ലോ. മാരാമൺ കൺവെൻഷനിലൊന്നും പന്തലിൽ ഒരു കട പോലും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തിരക്കും അനുഭവപ്പെടില്ല. അത് കേൾക്കേണ്ടവർ മാത്രമേ വരുള്ളൂ. അവർക്കൊക്കെ അത് ആവശ്യമുണ്ട്. നമ്മുടെ ആളുകൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ക്രിസ്തുമതത്തിന് അവരുടെ 1ാം ക്ലാസ് പഠിക്കുന്നതോടൊപ്പം തന്നെ പാരലായിട്ട് പള്ളികളിൽ സൺഡേ ക്ലാസ്സുകൾ കൃത്യമായ സിലബസോടുകൂടെ പഠിക്കുന്നുണ്ട്. അവരുടെ മതം പഠിക്കുന്നുണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലും നടക്കുന്നുണ്ട്. മദ്രസയിൽ പഠനം നടക്കുന്നുണ്ട് കൃത്യമായിട്ട്. അതൊക്കെ നിർബന്ധമാണ് പോകണമെന്നുള്ളത്. നമ്മുടെ ആളുകൾക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിടണം, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ പറഞ്ഞു വിടണം എന്നൊരു ചിന്ത ഇപ്പോഴും ഇല്ല. കൃത്യമായ രീതിയിൽ മതപാഠശാലകളോ ബാലഗോകുലങ്ങളോ എല്ലാ സ്ഥലങ്ങളിലും ഇല്ലെങ്കിലും ഉള്ള സ്ഥലത്ത് പോലും ഇപ്പോൾ 5ഉം 6ഉം കുട്ടികളൊക്കെയാണ് വരുന്നത്. എല്ലാവർക്കും ട്യൂഷനാണ്, ഡാൻസ് പഠിക്കുകയാണ്, ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിൽക്കുകയാണ് ചെയ്യുന്നത്.
ഇതിന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അമ്മമാർ, സഹോദരിമാർ, മാതാപിതാക്കൾ തന്നെയാണ്. നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ നമുക്ക് നമ്മുടെ സനാതനധർമ്മം, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമേ അടുത്ത ഒരു തലമുറ നല്ല രീതിയിൽ വളർന്നു വരുള്ളൂ എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതിനുവേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം മഹായജ്ഞങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് തന്നെ സമുദായത്തിന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ കുറച്ചാളുകളെങ്കിലും അതിനുവേണ്ടി ശ്രദ്ധിക്കും. ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതം തന്നെ ഒരു യജ്ഞമാണ്. നമ്മൾ അറിയാതെ തന്നെ കുറേ യജ്ഞങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വേദത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ പഞ്ചമഹായജ്ഞങ്ങളുണ്ട്. ഈ പഞ്ചമഹായജ്ഞങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട്. കുറേ പേർക്കൊക്കെ അത് അറിയാമായിരിക്കും. അത് ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം, ഭൂതയജ്ഞം. നമ്മളൊന്നും അറിയുന്നില്ലെങ്കിലും അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദപഠനവും പാഠനവുമാണ് ബ്രഹ്മയജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം വേദപഠനം അല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു സദ്ഗ്രന്ഥം, നല്ലൊരു പുണ്യഗ്രന്ഥം ദിവസവും സന്ധ്യാസമയത്തോ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും കൂടി ഇരുന്ന് ചെയ്ത് വായിച്ച് അത് മനനം ചെയ്ത് അതിലെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ബ്രഹ്മയജ്ഞമായി. അതുപോലെ തന്നെ വേദ പാഠശാലകൾക്കോ വേദ അധ്യാപകർക്കോ നമുക്ക് കഴിയുന്ന സഹായം ചെയ്താൽ അതും ബ്രഹ്മയജ്ഞമായി. അത് ഇവിടെ ഈ യജ്ഞത്തിൽ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ് തന്നെയാണത്. അതുപോലെ ദേവയജ്ഞവും ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ദേവയജ്ഞം. ഗീതയിൽ പറയുന്നുണ്ട്, സഹയജ്ഞ പ്രജാ സൃഷ്ട്വ പുരോവാച പ്രജാപതിഹി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്ഥിഷ്ട കാമധു. ബ്രഹ്മാവ് പ്രജകളെ സൃഷ്ടിച്ച് യജ്ഞത്തിന് അധികാരികളാക്കിയിട്ട് അവരോട് പറയാണ്, നിങ്ങളിനി യജ്ഞങ്ങൾ ചെയ്ത് ദേവതകളെ പ്രീതിപ്പെടുത്തിക്കോളൂ, ആ ദേവതകൾ നിങ്ങളുടെ മനോരഥങ്ങളൊക്കെ സാധിപ്പിച്ചു തരുമെന്ന്. അപ്പോൾ ദേവതകളെ പ്രീതിപ്പെടുത്താനും നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനുമാണ് യജ്ഞങ്ങളെന്ന് വന്നു. അല്ലാതെ ഇതൊന്നും ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്ന് സാധാരണക്കാർ വിചാരിക്കേണ്ട. ഇതെല്ലാവർക്കും പ്രയോജനമുള്ള കാര്യങ്ങളാണ്. ഈ യജ്ഞത്തിലാണ് സർവവും അധിഷ്ഠിതമായിരിക്കുന്നത്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാദ്ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം സർവം നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. മഴ, അന്നം, ധാന്യങ്ങൾ, വൃക്ഷങ്ങൾ, അങ്ങനെ എല്ലാം യജ്ഞത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്നാണ് എനിക്ക് വരുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളവരൊക്കെ മിതത്വം പാലിക്കണമെന്ന്. അതുകൊണ്ട് വ്യക്തമായിട്ട് വിശദമായിട്ട് പറയാൻ നമുക്കിനി സമയമില്ല. അപ്പം എല്ലാ കാര്യങ്ങളും യജ്ഞത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും യജ്ഞം ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടെ ശ്രദ്ധാലുക്കളായിട്ട് ചെയ്യാനാണ്, നിഷ്കാമമായിട്ട് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. ദേവയജ്ഞം, ദേവന്മാരെ പൂജിക്കുക, പ്രാർത്ഥിക്കുക, സ്തോത്രങ്ങൾ കൊണ്ടൊക്കെ സ്തുതിക്കുക, ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. കുറച്ചും കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, അത് തീർത്ഥമായി തീരും, പുണ്യമായി തീരും. പിതൃയജ്ഞം, മരിച്ചുപോയവരെ, നമ്മുടെ പൂർവികരെയൊക്കെ സ്മരിച്ചുകൊണ്ട് അവർക്ക് ചെയ്യുന്ന ശ്രദ്ധാപൂർവമായ ശുശ്രൂഷയാണ് ശ്രാദ്ധം എന്ന് പറയുന്നത്. ശ്രാദ്ധവും തർപ്പണവുമാണ് പിതൃയജ്ഞത്തിൽ പ്രധാനമായിട്ട് വരുന്നത്. മരിക്കുന്നതിന് മുൻപ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല രീതിയിൽ ശുശ്രൂഷിക്കാൻ കഴിയുമെങ്കിൽ, അച്ഛനമ്മമാരെയൊക്കെ അനാഥാലയങ്ങളിലൊക്കെ വിടാതെ നമുക്ക് നന്നായി ശുശ്രൂഷിക്കാൻ കഴിയുമെങ്കിൽ, അവർക്ക് ആഹാരം കൊടുക്കാൻ കഴിയുമെങ്കിൽ, അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുമെങ്കിൽ, അതിലും വലിയ പിതൃയജ്ഞം വേറെയൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞിട്ട് കുറേ അടിയന്തരമൊക്കെ വലിയ കേമമായിട്ട് നടത്തുന്നതിനേക്കാളും ജീവിച്ചിരിക്കുന്നവർക്ക്, പ്രായമായവർക്ക്, ദുഃഖിതർക്ക്, അസുഖങ്ങളുള്ളവർക്ക് വേണ്ട ആശ്വാസവും സഹായവും ചെയ്യുകയാണ് പിതൃയജ്ഞം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നൃയജ്ഞം, അതിനെ അതിഥിയജ്ഞമെന്നും മനുഷ്യയജ്ഞം എന്നൊക്കെ പറയും. പണ്ട് കാലത്തൊക്കെ ദൂരദേശത്തൊക്കെ കാൽനടയായിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരുന്നപ്പോൾ പല സ്ഥലങ്ങളിലും ഏതെങ്കിലും വീടുകളിലോ സത്രങ്ങളിലോ ഒക്കെ തങ്ങേണ്ടി വരും. അപ്പം അങ്ങനെ തിഥി നോക്കാതെ വന്നു ചേരുന്നവരെ ശുശ്രൂഷിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല, ദൂരമൊക്കെ കുറഞ്ഞു, വാഹനങ്ങളൊക്കെ വന്നതുകൊണ്ട്.
അപ്പം ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രായമായവർക്ക് അല്ലെങ്കിൽ വയോവൃദ്ധർക്ക്, ജ്ഞാനവൃദ്ധർക്ക് ഒക്കെ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും. വീട്ടിൽ എപ്പോഴെങ്കിലും വരുന്ന അതിഥികളെ അല്ലെങ്കിൽ അയൽക്കാരെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക. നരസേവ, നാരായണ സേവ, മാനവസേവ, മാധവസേവ. ഉള്ളൂർ പറഞ്ഞു എത്ര ഭംഗിയായിട്ട്, അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ശ്രീനാരായണ ഗുരുദേവൻ എത്രയോ ലളിതമായിട്ട് വലിയ വാക്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ആ നൃയജ്ഞം, മനുഷ്യയജ്ഞം അല്ലെങ്കിൽ അതിഥി യജ്ഞവും ചെയ്യാവുന്നതാണ്. പിന്നെ അവസാനത്തേത് ഭൂതയജ്ഞമാണ്. അതും നമ്മൾ ചെയ്തു വരുന്നതാണ്, അറിയാതെങ്കിലും അറിഞ്ഞിട്ടൊക്കെ. വളർത്തു മൃഗങ്ങൾക്കും അല്ലാത്ത പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ഒക്കെ ഉള്ള പരിചരണം. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഭക്ഷണമൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഒരു മുറ്റത്ത് എവിടെയെങ്കിലും ഒരു പാത്രത്തിൽ കൊണ്ട് കുറച്ച് ആഹാരം വയ്ക്കുക, അത് പക്ഷികൾക്കുള്ളതാണ്. പാത്രത്തിൽ ജലം വയ്ക്കുക, പക്ഷികൾക്കും മറ്റ് മൃഗങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ അതൊക്കെ കുറേയേറെ മാറ്റം വന്നിരിക്കുകയാണ്. പണ്ടിതൊക്കെ ആളുകൾ അനുഷ്ഠിച്ചിരുന്നു. അങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ ഇത്തരം മഹായജ്ഞങ്ങൾ വളരെയേറെ കഠിന പ്രയത്നം ചെയ്ത് ഒന്ന് ആലോചിച്ചു നോക്കൂ. 8 ദിവസമായിട്ട് നടക്കുന്ന ഈ യജ്ഞം, 14-ാം തീയതി തുടങ്ങിയ 15-ാം തീയതി തുടങ്ങിയ ഈ യജ്ഞം, ഇത് തുടങ്ങണമെങ്കിൽ അതിൻ്റെ എത്ര മാസം മുൻപ് തൊട്ട് എത്ര കഠിന പ്രയത്നം ഇതിനു വേണ്ടി നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു യജ്ഞം നടത്തുന്നത് നമുക്ക് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ പഞ്ചമഹായജ്ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ എന്നും അനുഷ്ഠിക്കേണ്ടതാണ്. ആ യജ്ഞങ്ങൾ അതിൽ കുറച്ചുകൂടെ ശ്രദ്ധാലുക്കളായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുവരിക. ശ്രീ വിവേകാനന്ദ സ്വാമികൾ കേരളം സന്ദർശിച്ചപ്പോൾ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് വിശേഷിച്ച കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, കേരളത്തിൽ ആകെ ഒരു മഹാത്മാവിനെ കണ്ടുള്ളൂ ഞാൻ, അത് ചട്ടമ്പിസ്വാമി തിരുവടികളായിരുന്നു. ആ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ നാമധേയത്തിൽ നടന്നു വരുന്ന, ഇത്രയും വർഷമായിട്ട് നടന്നു വരുന്ന ഈ യജ്ഞത്തിൽ നിന്ന്, ഈ ഹിന്ദുമത പരിഷത്തിൽ നിന്ന് നമുക്കെല്ലാം പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു കാര്യം, നല്ല കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ശ്രീ വിജയാനന്ദ ഗുരുദേവൻ ഈ പരിഷത്തിന് വേണ്ടി വളരെയേറെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. എല്ലാവരും അരങ്ങത്ത് വരാറില്ല, കുറേ പേര് തിരശീലയ്ക്ക് പുറകിൽ നിന്നാണ് പ്രവർത്തിക്കാറുള്ളത്. അവിടെ ആ 1938 കാലഘട്ടങ്ങളിൽ പത്തനംതിട്ടയിൽ അധികമൊന്നും ആശ്രമങ്ങളില്ല. അത്രയും ശക്തമായ ഒരു ആശ്രമം കിടങ്ങന്നൂർ വിജയാനന്ദാശ്രമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. അന്ന് അദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥ ശിഷ്യരും അല്ലാത്തവരും വളരെയേറെ സേവനം ചെയ്തിട്ടുണ്ട് ഈ പരിഷത്തിന് വേണ്ടി. ചെറുകോൽ ശ്രീ CN കൃഷ്ണപിള്ള സാറാണ് ഗുരുദേവൻ്റെ നിർദ്ദേശപ്രകാരം ഇതിനു വേണ്ടി വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ പുറകിൽ നിന്ന് ചെയ്യിക്കുന്നതും മഹത്തായ കാര്യം തന്നെയാണ്. അത്തരം ആൾക്കാരെ കൂടെ, ഗുരുക്കന്മാരെ കൂടെ നമ്മൾ മറക്കാതെ ഓർക്കുകയും കൂടെ ചെയ്യേണ്ടതാണ്. ശ്രീ ഉള്ളൂർ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഈശ്വരനെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഈശ്വരനോട് പാടുകയാണ്, നമോസ്തുതേ മജ്ജീവനദായക നടേശ പരമാത്മൻ നരാഖ്യമങ്ങേ നർത്തകഗണമതിൽ ഞാനും ഒരൽപാംഗം വേഷമെനിക്കെന്തെന്നു വിധിപ്പതു വിഭോ ഭവചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വതു വിധേയനൻ കൃത്യം അകമേ നിലകൊണ്ടതാതു ചുവടുകൾ ആം അരുതെന്നു തിരിച്ച് അടിയനു കാട്ടിത്തരുവോനവിടുന്നന്യർ ധരിക്കാതെ അതൊന്നു കാൺമാൻ മിഴികൾ തുറന്നാൽ അന്നിമിഷം മുതൽ ഞാൻ അരങ്ങുമണിയറയും പുകഴും മട്ടാടാനതിചതുരൻ. ഈശ്വരൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ലോകത്തെ ഓരോ മനുഷ്യരും ഓരോ കഥാപാത്രങ്ങളാണ്, ലോകമാകുന്ന നാടകത്തിലെ ഓരോ കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അഭിനയിക്കേണ്ടത് എന്ന് ഈശ്വരൻ ഓരോരുത്തരുടെ ഉള്ളിലിരുന്ന് കാണിച്ചു തരുന്നുണ്ട്, മറ്റുള്ളവരറിയാതെ. സാധാരണ നാടകത്തിലെ ഡയറക്ടർ എല്ലാവരും കാണുകെ പറഞ്ഞു കൊടുക്കുന്നു. ജീവിത നാടകത്തിലെ ഈശ്വരൻ
ഓരോരുത്തരുടെ ഉള്ളിലിരുന്ന് നീ എന്ത് ചുവടാണ് വെക്കേണ്ടത്, എന്താണ് വെക്കരുതാത്തതെന്ന് കാണിച്ചു തരുന്നു. അതൊന്ന് കാണാൻ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ മതി. നമ്മുടെ ജീവിതം വിജയമാകും, സഫലമാകുമെന്നാണ് പറയുന്നത്. അത് കാണാനുള്ള മിഴി ഈ കണ്ണല്ല, കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ്, അതിന് കണ്ണായിരുന്ന പൊരുൾ താൻ എന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമാണ്. ഈ സമ്മേളനത്തിൽ എനിക്ക് വരാനും എല്ലാവരുടെയും സ്നേഹവും ആദരവും അറിയാനും രണ്ട് വാക്ക് സംസാരിക്കാനും അനുഗ്രഹം തന്ന ഗുരുദേവനോടും സർവേശ്വരനോടും ഇതിൻ്റെ സംഘാടകരോടും എൻ്റെ ഹൃദയപൂർവമായ സ്നേഹം അറിയിക്കുന്നു. ഹരി ഓം.